ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മസ്റ്റർ എന്ന വെബ് സീരീസിൻ്റെ ഫൈനൽ പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പബ്ലിഷറെ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ബോംബെയിൽ നിന്നുള്ള ഒരു ഫിലിം പ്രൊഡ്യൂസറെയാണ് കാണിക്കുന്നത്. പ്രൊഡ്യൂസർ പബ്ലിഷറോട് അവരുടെ മസ്റ്റർ എന്ന സീരീസ് അയാൾ വായിക്കാനിടയായെന്നും അതുകൊണ്ടാണ് തങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് വന്നത് എന്ന കാര്യമെല്ലാം പറയുന്നു. ഇത് കേട്ട പബ്ലിഷർ അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് എന്ത് സഹായമാണ് താൻ ചെയ്തു തരേണ്ടത് എന്ന കാര്യമെല്ലാം പ്രൊഡ്യൂസറോട് ചോദിക്കുന്നു. ആ സമയം പ്രൊഡ്യൂസർ താൻ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടെന്നും അതിനായി മസ്റ്റർ പോലത്തെ ഒരു സ്ക്രിപ്റ്റ് തനിക്ക് ആവശ്യമുണ്ട് എന്ന കാര്യമെല്ലാം പബ്ലിഷറോട് പറയുന്നു. എന്നാൽ പബ്ലിഷർ ആദ്യമൊക്കെ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും പ്രൊഡ്യൂസർ ഒരുപാട് പൈസയെല്ലാം ഓഫർ ചെയ്തുകൊണ്ട് അയാളെ കൊണ്ട് ഇതിനെ സമ്മതിപ്പിച്ചെടുക്കുന്നു. അവിടേക്ക് ചെയ്ത് നായകൻ കൂടുതലായിട്ട് മധുവിനെ ഏൽപ്പിക്കാൻ ചെന്നിരിക്കുന്ന ഗോപാലിനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം മധു കത്തിൽ നായകൻ തന്നെ വിശ്വാസമില്ലാത്തവരുടെ കൂടെ തനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്നെല്ലാം എഴുതിയത് കണ്ട് അവൾക്ക് വളരെയധികം വിഷമമെല്ലാമാവുന്നു. ഇതിൽ നിന്നും തൻ്റെ സുഹൃത്തുക്കളെല്ലാം ഉപയോഗിച്ച് നായകനെ പരീക്ഷ കാര്യമെല്ലാം നായകൻ കണ്ടുപിടിച്ചു എന്ന് മധുവിന് മനസ്സിലാവുന്നു. മധു വിഷമത്തോടെ അവിടെ നിന്നും പോകുന്നതിന് മുമ്പായി ഒരു കൊത്ത് ഗോപാലിനെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവനോട് ഇത് നായകന് കൊടുക്കാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. അവിടെയൊക്കെ ചെയ്ത് പുതിയ സ്റ്റോറി പബ്ലിഷർ ഏൽപ്പിക്കാൻ ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം പബ്ലിഷർ നായകനോട് അവൻ എങ്ങനെയാണ് ഇതുപോലത്തെ സ്റ്റോറികളെല്ലാം എഴുതുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ നായകൻ പബ്ലിഷറിൻ്റെ ജോലി മാത്രം നോക്കിയാൽ മതിയെന്നും എഴുത്തുകാരൻ എങ്ങനെയാണ് സ്റ്റോറി എഴുതുന്നതെന്ന കാര്യമൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് പബ്ലിഷറോട് പറയുന്നു. എന്നാൽ നായകന്റെ ഈ മറുപടി ഇഷ്ടപ്പെടാതെ വന്ന പബ്ലിഷർ അവനോട് അവൻ എന്തിനാണ് ആക്ട്രസ് ആയിട്ടുള്ള ഇന്ദുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു. എന്നാൽ നായകൻ തന്റെ പേഴ്സണൽ ലൈഫിലേക്ക് ചോദ്യമൊന്നും വേണ്ട എന്ന് പബ്ലിഷറോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. ഇതിൽ ദേഷ്യം വന്ന പബ്ലിഷർ അയാളുടെ ഓഫീസിലെ ഒരു ജോലിക്കാരനോട് നായകനാണ് മസ്റ്റർ സീരീസ് എല്ലാം എഴുതുന്നതെന്നും അതുകൊണ്ട് അവൻ എങ്ങനെയാണ് സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം അവനെ ഫോളോ ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയെല്ലാം ആ ജോലിക്കാരനോട് പറയുന്നു. അവിടേക്ക് ചെയ്ത് മാമനോട് താൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറുകയാണ് എന്ന കാര്യമെല്ലാം പറയുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം മാമൻ മാക്സിമം അവനെ ഈ കല്യാണത്തിൽ നിന്നും പിന്തിരിയാതിരിക്കാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ മാമനോട് ഷൗട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. നായകൻ ഒരു പുഴയുടെ സൈഡിൽ ചെന്ന് റിലാക്സ് എല്ലാം ചെയ്ത് ഇരിക്കുന്ന സമയം ഗോപാൽ മധു കൊടുത്തയച്ച ആ ലെറ്ററുമായി നായകന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ആ സമയം ആ ലെറ്റർ വായിച്ച നായകന് അവന്റെ മനസ്സിൽ ചെറിയ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നു. അവൻ ഈ വിവരം പറയാൻ വേണ്ടി ഗോപാലിനെ കൂട്ടിക്കൊണ്ട് നേരെ മാമന്റെ കടയിലേക്ക് ചെല്ലുന്നു. ആ സമയം മാമന്റെ കടയിൽ ആ നാട്ടിലെ ജമീന്ദാർ ഈ കല്യാണത്തിനെ പറ്റിയുള്ള കാര്യമെല്ലാം ഡിസ്കസ് ചെയ്യാനായി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മാമൻ ജമീന്ദാറിനോട് നായകൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറിയെന്നും അതുകൊണ്ട് ഈ മാരേജ് എത്രയും പെട്ടെന്ന് ക്യാൻസൽ ചെയ്യണം എന്ന കാര്യമെല്ലാം പറയുന്നു. എന്നാൽ ഇതേ സമയം നായകൻ അവിടേക്ക് വന്നുകൊണ്ട് താൻ ഈ കല്യാണത്തിന് റെഡിയാണെന്നും നേരത്തെ പറഞ്ഞ തന്റെ തീരുമാനമെല്ലാം മറന്നു കളയാൻ വേണ്ടിയെല്ലാം മാമനോട് പറയുന്നു. ഇത് കേട്ട് അവിടെയുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. എന്നാൽ ഇതേ സമയം പബ്ലിഷർ അയച്ച വ്യക്തി നായകനെ ഫോളോ ചെയ്തുകൊണ്ട് അവിടെയെല്ലാം വരുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ ചെയ്ത് ആ നാട്ടിൽ തേപ്പുകടയെല്ലാം നടത്തുന്ന ഒരു വ്യക്തിയെയും അവരുടെ ഭാര്യയെയുമാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടി വീട്ടിൽ ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്ന സമയം നായകൻ തന്റെ ഡ്രസ്സെല്ലാം അയൺ ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നു. നായകനെ കണ്ടതും ആ വ്യക്തി അവരുടെ ഭാര്യയോട് ഇതാണ് രാജ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നായകനെ അവർക്ക് പരിചയപ്പെടുത്തിയെല്ലാം കൊടുക്കുന്നു. നായകൻ ആ ഡ്രസ്സെല്ലാം അവിടേക്ക് എടുത്തു കൊടുത്ത സമയം തന്നെ ജമീന്ദാർ അയാളുടെ ഡ്രസ്സെല്ലാം ചോദിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നു. ഈ സമയം ആ തേപ്പുകടയെല്ലാം നടത്തുന്ന വ്യക്തി ജമീന്ദാറിന്റെ ഡ്രസ് ടൗണിൽ ഡ്രൈ ക്ലീനിങ് കൊടുത്തിരിക്കുകയാണെന്നും അതുകൊണ്ട് അയാൾ നായകനെയും കൂട്ടിക്കൊണ്ട് നേരെ ടൗണിലേക്ക് ആ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ചെല്ലുന്നു. എന്നാൽ സ്കൂട്ടറും എടുത്ത് അവിടെ നിന്നും ടൗണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയം നായകൻ ജമീന്ദാറും ആ തേപ്പുകാരിയും കൂടി ഒരുമിച്ചെല്ലാം നിൽക്കുന്നത് കണ്ട് അവർ രണ്ടുപേരും കൂടി റൊമാൻസ് എല്ലാം ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോറി എല്ലാം എഴുതുന്നു. അവിടെയൊക്കെ ചെയ്ത് മധുവിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി കോഫി ഷോപ്പിലേക്ക് പോകുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ ഇതേ സമയം പബ്ലിഷർ അയച്ച ആ വ്യക്തി ഇവിടെയും നായകനെ ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നു. കുറെ നേരം ഇരുവരും കൂടി തുറന്ന് സംസാരിച്ച ശേഷം അവർക്കിടയിലെ പ്രശ്നങ്ങളെല്ലാം അവർ സോർട്ട് ചെയ്ത് കളയുന്നു. അവർ ഇനിയൊരിക്കലും അവരുടെ ലൈഫിൽ പരസ്പരം സംശയിക്കില്ല എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് പ്രോമിസ് ചെയ്ത ശേഷം അവിടെ നിന്നും ഇറങ്ങുന്നു. അവർ അവിടെ നിന്നും വണ്ടിയെല്ലാം എടുത്ത് പോകുന്ന സമയം ആ പബ്ലിഷർ അയച്ച വ്യക്തി മസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് നായകന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ ഇത് കേട്ട് ഷോക്കായ നായകൻ അയാളെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും മധു നിനക്ക് ഇതുപോലത്തെ ആൾക്കാരുമായിട്ടാണ് ബന്ധം എന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അവിടേക്ക് ചെയ്ത് പബ്ലിഷറെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നിരിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം നായകൻ പബ്ലിഷറോട് നിങ്ങൾ എന്തിനാണ് വെറുതെ ഒരു വ്യക്തിയെ തൻ്റെ പിന്നാലെ അയച്ചത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു.
എന്നാൽ പബ്ലിഷർ നീ എങ്ങനെയാണ് സ്റ്റോറി എഴുതുന്നത് എന്ന കാര്യമൊന്നും നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞില്ല എന്നും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയെല്ലാം ചെയ്തു നോക്കിയതെന്ന് നായകനോട് പറയുന്നു. പബ്ലിഷർ നായകനോട് തനിക്ക് ബോംബെയിൽ നിന്നും ഒരു ഫിലിം പ്രൊഡ്യൂസറുടെ ഓഫറെല്ലാം ലഭിച്ചിട്ടുണ്ടെന്നും അവർക്ക് വേണ്ടി ബോംബെയിൽ ചെന്ന് ഒരു സ്റ്റോറിയെല്ലാം എഴുതി കൊടുക്കുകയാണ് ജോലി എന്നുമെല്ലാം നായകനോട് പറയുന്നു. എന്നാൽ നായകൻ 2 ആഴ്ച കഴിഞ്ഞാൽ തന്റെ കല്യാണമാണെന്നും അത് കഴിയാതെ തനിക്ക് എവിടേക്കും പോകാൻ സാധിക്കില്ല എന്നുമെല്ലാം അയാളോട് പറയുന്നു. എന്നാൽ പബ്ലിഷർ അങ്ങനെയാണെങ്കിൽ നീ ഇപ്പോൾ മധുവിനെയും കൂട്ടിക്കൊണ്ട് പൊക്കോളാനും അതാവുമ്പോൾ മാരേജിന് ഷോപ്പിംഗ് എല്ലാം ബോംബെയിൽ വെച്ച് ചെയ്യാമല്ലോ എന്നുമെല്ലാം നായകനോട് പറയുന്നു. അവിടെ കച്ചത് ഈ വിവരമെല്ലാം മധുവിനോട് പറയുന്ന നായകനെയാണ് കാണിക്കുന്നത്. സിനിമയിൽ നിന്നുമുള്ള ഓഫർ ആയതുകൊണ്ട് മധു ഇത് വിട്ടുകളയണ്ട, നമുക്ക് എന്തായാലും പോകാമെന്നുമെല്ലാം നായകനോട് പറയുന്നു. എന്നാൽ ആ സമയം നായകൻ നമുക്കെന്തായാലും തനിച്ച് പോകണ്ട എന്നും കൂടെ മാമനെയും അതല്ലെങ്കിൽ നിന്റെ അമ്മയെയും കൂട്ടാമെന്നുമെല്ലാം മധുവിനോട് പറയുന്നു. അവിടെ കച്ചത് ട്രെയിനിൽ യാത്രയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ സമയം നായകന്റെ മാമൻ കല്യാണത്തിന് ഇനി അധികം സമയമില്ലെന്നും അതിനിടയിൽ ഈ ഒരു ബോംബെ യാത്ര വന്നത് സാധനങ്ങളെല്ലാം മേടിക്കാൻ വേണ്ടി നല്ല ഒരു അവസരമായി കാണണം എന്നുമെല്ലാം എല്ലാവരോടുമായി പറയുന്നു. എന്നാൽ നായകൻ കഥയെപ്പറ്റിയുള്ള ടെൻഷനിലായതുകൊണ്ട് അവൻ അവിടെ നിന്നും നേരെ ട്രെയിനിന്റെ ഡോറിന്റെ ഭാഗത്തേക്ക് ചെല്ലുന്നു. എന്നാൽ നായകൻ അവിടേക്ക് ചെന്നവിടം തന്നെ മധുവും അവനെ ഫോളോ ചെയ്തുകൊണ്ട് അവിടേക്ക് വരുന്നു. അവർ രണ്ടുപേരും കുറെ സമയം അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള കാര്യമെല്ലാം ഡിസ്കസ് ചെയ്യുന്നു. അവിടെയൊക്കെ ചെയ്ത് ടിക്ക് ടിക്കറ്റ് എല്ലാം കാണിച്ചു കൊടുക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. ആ സമയം ടി നായകന്റെ കയ്യിലുള്ള ടിക്കറ്റ് തലേന്നത്തെയാണെന്നും അത് വെച്ച് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്നുമെല്ലാം നായകനോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട നായകൻ ഇനി യാത്ര ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്നുമെല്ലാം ടിയോട് ചോദിക്കുന്നു. എന്നാൽ ആ സമയം അവർ അവരുടെ ക്യാബിനിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാം എന്നുമെല്ലാം അവരോട് പറയുന്നു. ഈ സമയം നായകന്റെ മനസ്സിൽ ടിയുമൊത്ത് റൊമാൻസ് എല്ലാം ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോറി എല്ലാം വരുന്നു. അവിടെ കച്ചത് ട്രെയിനിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന മധുവിനെയും നായകനെയുമാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ മധു നായകന്റെ കയ്യിലിരിക്കുന്ന പേപ്പറും പേനയെല്ലാം കണ്ട് അത് എന്താണെന്നറിയാൻ വേണ്ടി അതെല്ലാം എടുത്ത് വായിച്ചു നോക്കുന്നു. എന്നാൽ അത് വായിച്ചു നോക്കിയ മധുവിന് മാസ്റ്റർ സീരീസ് എല്ലാം എഴുതുന്നത് നായകനാണ് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. മധു ഈ എഴുതിയതെല്ലാം എടുത്ത് വായിച്ചു നോക്കുന്നത് കണ്ട് നായകൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നു. അവർ രണ്ടുപേരും കൂടി പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ സീരീസ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സീരീസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലത്തെ സീരീസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.